സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മൈൻഡിൽ മാത്രമാണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ബോഡീനെയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബോഡി ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും ഇതിനെ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. ടെൻഷൻസ് പലപ്പോഴും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ യു ഫീൽ ആൻഷ്യസ് ഓർ ഓവർവെൽംഡ്, നമ്മുടെ ബോഡി അതിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നില്ല, അത് സ്റ്റോർ ചെയ്യും. ചിലപ്പോൾ അതൊരു നെക്കിലായിരിക്കാം, നമ്മുടെ ബാക്കിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിലായിരിക്കാം. ഇതിങ്ങനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലോക്കേജ് ഉണ്ടാക്കും, നമ്മുടെ മൈൻഡിലല്ല, നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു വറിയായിട്ടോ ടെൻഷനായിട്ടോ ഫിസിക്കൽ പെയിനായിട്ടോ പിന്നീട് പുറത്തേക്ക് വരാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തോട്ട്സിന്, നമ്മുടെ ചിന്തയ്ക്ക് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ എനർജി എവിടെയും പോകുന്നില്ല. അപ്പോൾ ഇതൊരു സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ട് എങ്കിൽ ഈ സ്ട്രെസ്സ് ഹെഡേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മസിൽ ടൈറ്റ്നസ് ആയിട്ടോ ഈവൻ എക്സോഷനായിട്ടോ ഒക്കെ പുറത്തേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇത്തരം സ്ട്രെസ്സ് എങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ്, ലിസൺ ടു യുവർ ബോഡി. നമ്മുടെ ഷോൾഡേഴ്സ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ, കാരണം ചിലപ്പോൾ നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ക്യാരി ചെയ്യുന്നത് കൊണ്ടിട്ടാവാം. നമ്മുടെ ചെസ്റ്റൊക്കെ ഭയങ്കര ടൈറ്റായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ടായിട്ടോ തോന്നുന്നുണ്ട് എങ്കിൽ മേ ബി യു ആർ അഫ്രൈഡ് ടു എക്സ്പ്രസ് ഇറ്റ്. ചിലപ്പോൾ തുറന്നു പറയാനായിട്ടോ അല്ലെങ്കിൽ എന്തോ പേടി കൊണ്ട് നടക്കുന്നത് കൊണ്ടിട്ടാവാം. അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ്, ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ മേ ബി യു ആർ ഗിവിങ് ടു മച്ച് ഓഫ് യുവർ സെൽഫ് വിത്തൗട്ട് റീഫില്ലിങ് യുവർ ഓൺ കപ്പ്. നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാതെ നമ്മൾ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാവാം. കാരണം ഇതെല്ലാം പറഞ്ഞത് നമ്മുടെ ബോഡി കുറേ സെൻസേഷൻസ് തന്ന് സംസാരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ബോഡിയിൽ ഇത്തരം സ്ട്രെസ്സ് സ്റ്റോർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ മൂവ്, ബ്രീത്ത്, സ്ട്രെച്ച്, ഇത് നമ്മുടെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്.